ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 21 ഇടങ്ങളിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിൽ ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിവിധ പ്രതികളുടെ വീടുകളിലും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലുമൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൽ ജീവനക്കാരില്ലായിരുന്നവരെ വിളിച്ചു വരുത്തിയാണ് പരിശോധന ഇപ്പോൾ ഇഡി തുടരുന്നത്. വളരെ പുലർച്ചെ തന്നെ ഇഡി 21 ഇടങ്ങളിലും എത്തിച്ചേർന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പേട്ടയിലെ എൻ വാസുവിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എൻ വാസുവിൻ്റെ വസതിക്ക് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്ത് തത്സമയം ചേരുന്നു. ഷബീദ്, എല്ലാ ഇടങ്ങളിലും ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നു. ഇഡി ലക്ഷ്യം വയ്ക്കുന്നത് ഈ വീടുകളിലും ഓഫീസുകളിലും നടന്ന റെയ്ഡിലൂടെ എന്താണ്? എസ് കെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് പുറത്ത് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബെല്ലാരിയിലും വ്യാപകമായിട്ടുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ, അതേപോലെ തന്നെ ഗോവർദ്ധന്റെ വസതി, ബെല്ലാരിയിലെ വസതി എന്നിവിടങ്ങളിൽ ഇഡി പരിശോധന നടക്കുകയാണ്. നേരത്തെ SIT തെളിവ് കണ്ടെത്തിയത് ബെല്ലാരിയിലായിരുന്നു. ഈ ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്നാണ് ഏതാണ്ട് 400 ഗ്രാം സ്വർണം അത് SIT തെളിവായി കണ്ടെടുത്തത്. സ്വാഭാവികമായും അവിടെ ഇഡി പരിശോധന ഉറപ്പായും ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആ പരിശോധന നടക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തിനകത്തേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ആറന്മുളയിൽ, അതേപോലെ മറ്റു പ്രതികളുടെ വീടുകളിലൊക്കെ, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ മുരാരി ബാബുവിന്റെ വീട്ടിലൊക്കെ ഒരേ സമയം ഇഡി പരിശോധന നടത്തുന്നത് ഈ രേഖകൾ പരമാവധി. ഒരു നിമിഷം, ഇപ്പോൾ കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള റൊദ്ദം ജ്വല്ലറിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയും ഇഡി ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ബെല്ലാരിയിലെ ഈ ജ്വല്ലറിയിൽ ശബരിമലയിൽ നിന്നുള്ള സ്വർണം കൊണ്ടുപോയിരുന്നു എന്ന രീതിയിൽ SIT അവിടെ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇഡിയും ഈ റൊദ്ദം ജ്വല്ലറി എത്തിയിരിക്കുന്നു. കുറച്ചു കാലമായി റൊദ്ദം ജ്വല്ലറി അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുള്ളത്. അവിടെ ആരും കുറച്ചു കാലമായി അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആകണം ഇദ്ദേഹത്തിൻ്റെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയാണ് ഈ റൊദ്ദം ജ്വല്ലറി. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗോവർദ്ധൻ ഈ കേസിൽ പ്രതിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഗോവർദ്ധൻ ഇപ്പോൾ ജയിലിലാണ്. അതിനു മുമ്പേ തന്നെ ഈ ബെല്ലാരിയിലെ ഈ ജ്വല്ലറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ റൊദ്ദം ജ്വല്ലറിയിൽ അത് തുറപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ കാത്തു നിൽക്കുന്നു, ഇഡി ഉദ്യോഗസ്ഥന്മാർ കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോവർദ്ധൻ തന്നെ വെറുതെ പ്രതിയാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഗോവർദ്ധൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ബെല്ലാരിയിൽ നിന്നുള്ള റൊദ്ദം ജ്വല്ലറിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അവിടെ ഇഡി ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ കഴിയും. അടഞ്ഞുകിടക്കുന്ന ഈ ജ്വല്ലറി തുറപ്പിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ബെല്ലാരിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.